നമ്മുടെ ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ജോലി ചെയ്യണ സമയം എന്ന് പറയുന്നത് 6 മണി മുതൽ 9:30 മണി വരെയുള്ള സമയമാണ്. പക്ഷേ അതിനുള്ള വേതനം ആൾക്കാർക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് ഇവിടുത്തെ തൊഴിലാളികൾക്ക് അതിനുള്ള വേതനം ഒന്നും കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറാണ്, ഞാൻ എൻ്റെ സെക്ഷൻ മാത്രം പറയാം. ഞങ്ങളുടെ ശമ്പളം 3500 രൂപയാണ് ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത്. അത്രയൊന്നും വാങ്ങണ ആൾക്കാർ പലതും ഇല്ല. 2500 രൂപയ്ക്കാണ് ശമ്പളം ഉള്ളത്. അതിലൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 രൂപ ക്യാമറ റെൻറ്റ് മാത്രമാവും. കാരണം അത്രയും നല്ല എക്യുപ്മെൻസുകൾ കൊണ്ടുവന്നാലേ നല്ല വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1000 രൂപയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യണത്. പക്ഷെ നമ്മൾ ചെയ്യണ സമയം ഏതാണ്ട് 18 മണിക്കൂറാണ് നമ്മൾ ജോലി ചെയ്യണത്. അപ്പോൾ ഈ 18 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം 1000 രൂപയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ അടിമകളെ പോലെ വന്ന് വർക്ക് ചെയ്യണതുകൊണ്ടാണ്. എന്തെല്ലാം സോഴ്സ് ഉണ്ട് ഇവിടെ. നമ്മുടെ നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രമൊക്കെ, അതായത് നമുക്കൊരു സാംസ്കാരിക മന്ത്രിയുണ്ട്, നല്ലൊരു മന്ത്രിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് അവരെയൊക്കെ പോലുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടണം. ഇടപെട്ടതിന് ശേഷം എന്താണ് വിഷയം, ഒരു സൈഡ് മാത്രം കേൾക്കരുത്, 2 പേരുടെ സൈഡും കേൾക്കണം. എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ. അതായത് ഈ സാധാരണക്കാർ ഇപ്പോൾ പാത്രം കഴുകുന്ന പിള്ളേർക്ക് വരെ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 1000-1500 രൂപയൊക്കെയാണ്. ഈ 1500 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ 2 ലക്ഷം രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കണം. എന്തിനാണ് ഈ ഇങ്ങനത്തെ ഒരു സംഘടനയിൽ 2 ലക്ഷം രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യകത? അപ്പം നിങ്ങൾ അതൊക്കെ ഈ ശരിക്കും മിനിസ്റ്റർ സംസാരിക്കണം. കാരണം 2 ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിട്ട് ഈ 2 ലക്ഷം രൂപ കൊടുക്കണം. നിങ്ങൾ ആലോചിക്കുക, പൈസ ഉള്ളവൻ ശരിക്കും പറഞ്ഞാൽ ഈ പണിക്ക് വരില്ല. അത്രയും കാശുള്ള, ഈ കാശില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ 2 ലക്ഷം രൂപ നമ്മളിവിടെ കൊടുത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. അത്രയും ഗതികെട്ടവനെ, അതായത് ഈ എന്ത് പറയില്ല, മറ്റേ ഇലനക്കി പട്ടിയുടെ ചെറുനക്കി പട്ടി സെറ്റപ്പാണ് നമ്മുടെ മുകളിലിരിക്കുന്ന ആൾക്കാർ ചെയ്യണത്. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് കുടുംബം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ലെവിയായിട്ട് പിടിക്കുന്നുണ്ട് പൈസ, വാർഷിക വരിസംഖ്യയായിട്ട് പിടിക്കുന്നുണ്ട് പൈസ. സത്യം പറഞ്ഞാൽ ഈ പൈസയൊക്കെ വെച്ചിട്ട് ഇവരങ്ങ് അർമാദിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊരു ചെറിയ പൈസ പരിപാടിയുടെ കാര്യമല്ല, ഇത് വലിയ ഹ്യൂജ് എമൗണ്ട് കളികളാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ വളരെ കുറച്ച് പേരുടെ കയ്യിലാണ്. അതിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരാളുടെ കയ്യിലാണ് എക്സ്പെഷ്യലി. അപ്പോൾ ആ ആൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവിടെ നടക്കുക. നിങ്ങൾ പുറമേ നിന്ന് കാണുന്ന ഒരു സെറ്റപ്പല്ല. പുള്ളി ചിന്തിക്കും. പുള്ളിയുടെ ഔദാര്യം പോലെയൊക്കെ നമ്മൾ നിന്ന് ചെയ്താലോ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് താങ്ങി തൂങ്ങി നിൽക്കണം. അങ്ങനെ നട്ടിലുള്ള ആൾക്കാർ അങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവരെ നേരെ സംഘടനയിൽ നിന്ന് പുറത്താക്കും. പിന്നെ ഇത് ഓപ്പണായിട്ട് ഞാനിപ്പോൾ 2 പേരെ സഹായിച്ചതിൻ്റെ പേരിലാണ്. അതായത് ഒരുത്തൻ്റെ വീട്ടിൽ വെള്ളം കയറി, ഒരാൾക്ക് സ്ട്രോക്ക് വന്നപ്പോൾ അയാളത് സഹായിക്കണമെന്ന് പറഞ്ഞു. ഈ 2 കാര്യവും ഫെഫ്കയ്ക്കെതിരെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്നെ പുറത്താക്കിയത്. ഇനി ഞാനിത് നിങ്ങളുടെ അടുത്തൊന്ന് ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിൽ പറയും ഞാൻ വല്ല നടിയുടെ റൂമിൽ വന്ന് മുട്ടി, അതല്ല എന്നുണ്ടെങ്കിൽ വല്ല കഞ്ചാവോ വല്ല MDMA കടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മളിതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാക്കും. അതിനേക്കാൾ നല്ലത് അന്തസ്സായിട്ട് നമുക്ക് നട്ടലോട് നടത്തി നമുക്ക് ഇനി സംഘടന വേണ്ട എന്ന് പറഞ്ഞിട്ട് പോണത് തന്നെയാണ്. വെറുതെ നമ്മൾ വീട്ടുകാർക്ക് ചീത്തപ്പേരുണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ തൊഴിൽ ചെയ്യാൻ നമുക്ക് ആരോഗ്യവും ആയുസ്സും ദൈവം തരുന്നിടത്തോളം കാലം നമുക്ക് ഏത് തൊഴിലും എവിടെ പോയി നിന്ന് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ടായിരിക്കാം, മേ ബി ഒരു പണി അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും നാൾ ഏതാണ്ട് 100 ദിവസമുള്ള സിനിമകളിൽ വർക്ക് ചെയ്യാൻ പറ്റി, അസിസ്റ്റൻ്റായിട്ടും ചീഫായിട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും പറ്റിയത് പണി അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ മുമ്പേ പോയി താങ്ങി തൂങ്ങി തൊഴുതു നിന്ന് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മളാരെയും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടംപോലെ ഈ സിനിമയിൽ വർക്ക് ചെയ്യണ പലർക്കും എന്നേക്കാൾ വളരെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടാവും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുറന്ന് പറയാം. നിങ്ങളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിതിപ്പോൾ പറയാതിരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറ്റു പലർക്കും ഇതിനേക്കാളും വലിയ ദുരനുഭവമായിരിക്കും കേൾക്കുന്നത്. പ്ലസ് ഒരുപക്ഷെ നമുക്കും അതിനേക്കാൾ വലിയ ദുരഭിമാനം അല്ലെങ്കിൽ മറ്റേ അഭിമാനത്തിൻ്റെ പേരിലാണല്ലോ പലരും പറയാത്തത്. കാരണം ഇന്ന് വരെ ആരും സസ്പെൻഡ് ചെയ്തിട്ട് എന്നെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കേട്ടില്ല. ഞാൻ എന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് കൃത്യമായിട്ട് വന്ന് പറഞ്ഞതിൻ്റെ റീസൺ, എന്നെ സസ്പെൻഡ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ വേറൊരു മോശം കാര്യം ചെയ്തതിനല്ല, 2 പേരെ സഹായിച്ചതിൻ്റെ പേരിലാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയണം. അനീതിക്കെതിരെ നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ നമുക്കിനി അങ്ങോട്ട് നമുക്കെന്നുള്ളതല്ല നമ്മുടെ പിൻതലമുറക്കാർക്ക് ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നമ്മൾ കാലും കൈയൊക്കെ പിടിച്ച് നിന്നാൽ നമ്മൾ നിൽക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ സംഭവിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും എന്നും കൊന്നും ഒരാളുടെ കയ്യിലിരിക്കുന്ന സംഭവങ്ങളല്ല, കാലചക്രം മാറി വരും. കാരണം ഇവരൊക്കെ ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടൊക്കെയാണ് ഈ സംഘടന ഉണ്ടാക്കിയത്.
അപ്പോൾ ഇത് തീർച്ചയായിട്ടും പൊളിയണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ തച്ചുടയപ്പെടേണ്ടത് അവിടുത്തെ ഭരണം കൈയാടുന്ന ആൾക്കാർ തച്ചുടയപ്പെടണം. എന്നാലേ അടുത്ത് നല്ല ഒരു ഇത് വരുള്ളൂ. കാരണം ശരിക്കും ഇതിൽ വരേണ്ട ഒരു തൊഴിലാളി നേതാവ് തന്നെ വരണം. മീൻസ് തൊഴിലാളികളുടെ പ്രശ്നം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മേക്കപ്പിൻ്റെയോ കോസ്റ്റ്യൂമിൻ്റെയോ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർമാർക്ക് അങ്ങനെ വലിയ ജോലിയൊന്നും സിനിമയിലില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആരെങ്കിലും നേതൃസ്ഥാനത്ത് വന്നിട്ട് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്. പക്ഷേ അല്ലാതെ ഈ പ്രൊഡക്ഷനിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവർ, അതായത് തൊഴിൽ ചെയ്യണവർ, ഇപ്പോൾ ആർട്ടിലുള്ള എനിക്കൊണ്ട് സിനിമയിൽ ഏറ്റവും കൂടുതൽ ജോലിയാണത് പാത്രം കഴുകുന്ന പിള്ളേരുണ്ട്, പിന്നെ ഡ്രൈവേഴ്സ്. നമ്മൾ വിചാരിക്കും അവർക്ക് ചുമ്മാ ഇരുന്നാൽ മതി. നല്ല അവർക്ക് ഒരുപാട് ജോലികളുണ്ട്. ഒരുപാട് വെച്ചാൽ 18 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 1000-1500 രൂപയ്ക്കകത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജോലിയാണ്. തൊഴിലാളി വിഭാഗം എന്ന് പറയുന്നത് ആൾക്കാർ തന്നെ ഇതിൻ്റെ നേതൃസ്ഥാനത്ത് വന്നാൽ മാത്രമേ തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ. മറ്റവർക്കെന്ന് പറയുന്നത് അങ്ങനെയല്ല. അവർക്ക് കുട പിടിക്കാൻ ആളുണ്ട്, കാരവാനുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് തൊഴിലാളികളുടെ വേദനയും ബുദ്ധിമുട്ടും മനസ്സിലാക്കില്ല, അവരുടെ ജീവിതം മനസ്സിലാക്കില്ല. തൊഴിലാളികളുടെ ജീവിതം മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ തൊഴിലാളികളുടെ ദുഃഖവും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് മറ്റേ പട്ടണ റഷീദൊക്കെ അവരെയൊക്കെ പോലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നാഷണൽ അവാർഡ് വാങ്ങിച്ച ആളാണ്. ഒരുപാട് ലാംഗ്വേജിൽ ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരാശാനാണ് പട്ടണ റഷീദ്. പ്ലസ് അതുപോലെ തന്നെ രഞ്ജിത്ത് അമ്പാടി ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരുപാട് മേഖല മീൻസ് ഒരുപാട് സിനിമകൾ ചെയ്യുന്ന. പിന്നെ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതായത് യൂണിറ്റിൽ ലൈറ്റ് ചുമന്നുകൊണ്ട് പോകണം. ഒരുപാട് എക്സ്പീരിയൻസ് 30 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ള അണ്ണന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ വേണം ഇതിൽ വരാൻ. അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ വന്നാൽ മാത്രമേ ഈ സംഘടന ശരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, പിന്നെ അതുപോലെ തന്നെ നല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇവരെയൊക്കെ താങ്ങി തൂങ്ങി നിൽക്കുന്ന ആൾക്കാരല്ല, താങ്ങി തൂങ്ങി നട്ടലിലോട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്കൊണ്ട് നല്ല ആൾക്കാരുണ്ട്. പക്ഷേ പലരും ഗതികേട് കൊണ്ട് ഇവരെയൊക്കെ താങ്ങി തൂങ്ങി നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മുന്നോട്ട് വരണം. മുന്നോട്ട് വന്ന് ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തോട്ടേക്ക് വരണം. എന്നാൽ മാത്രമേ ഈ സംഘടന മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഈ സംഘടന നേതൃസ്ഥാനത്ത് നിൽക്കുന്ന എല്ലാം ഡയറക്ടേഴ്സാണ്. ഈ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുട പിടിക്കാൻ വളരെ ആൾക്കാരുണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെയല്ല, അവരാരും ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നില്ല. പിന്നെ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു, നല്ല ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതായത് എന്ത് പറയുക, നമ്മുടെ വിനയ് സാറിനെയൊക്കെ പോലെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ ചവിട്ടിത്താത്തി വലിച്ചിറക്കി വിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരണം. എന്നാൽ മാത്രമേ തൊഴിലാളികളുടെ വിഷമം മനസ്സിലാവുള്ളൂ. മറ്റവർക്ക് തൊഴിലാളികളുടെ വിഷമം ഒരിക്കലും മനസ്സിലാവില്ല. ഒള്ളി മുതലാളി. കാരണം അവരും പ്രൊഡ്യൂസറാണ്, അവരും എല്ലാം ആണ്. അപ്പോൾ അവർക്ക് അവരുടെ സേഫ്റ്റി സൈഡും അവരുടെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. താഴെത്തട്ടിലുള്ളവൻ്റെ കാര്യം ഒരാൾക്കും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ദയവേത് ഇത് കേൾക്കണ, സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയിലുള്ള ആൾക്കാർ ഉറപ്പായിട്ടും നിങ്ങൾ തീരുമാനിക്കണം. നമ്മളിങ്ങനെ വല്ലവൻ്റെ അടിമയായിട്ട് നിൽക്കേണ്ടതാണോ, അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിൽ ഇവന്മാരാണോ നമ്മളെ ഭരിക്കേണ്ടത്? നമ്മൾക്ക് നെഞ്ചി വിരിച്ച് നിന്നൂടെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പറ. നിങ്ങളാരും ഒന്നും ചെയ്യൂല. പിന്നെ ഇവർക്കങ്ങനെ ഈ ഫെഫ്കയിൽ എന്ന് അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞു വിടാനൊന്നും അധികാരമൊന്നുമില്ല. പക്ഷേ പറഞ്ഞു വിടണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പേടിപ്പിക്കുന്നതാണ്. മീൻസ് എങ്ങനെ, ഇപ്പം അവർക്കെതിരെ നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു വിടും എന്നൊരു പേടി നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് കുറേ പേര്. അപ്പം നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരേ കെട്ടായിട്ട് നിൽക്കില്ല, അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റൂല. അല്ലെങ്കിൽ ഇന്ന ആളിനെ പുറത്താക്കിയാൽ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കില്ല. നമ്മൾ ചെയ്യും. ആ ആൾ നിന്നാലും ചെയ്യും, നിന്നില്ലെങ്കിലും ചെയ്യും. അങ്ങനെയൊക്കെ ഒരു തൻ്റെ ഇടത്തോടെ നമ്മൾ നിൽക്കാൻ പറ്റിയാൽ നമ്മൾ ഈ സംഘടന കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട്. അല്ലെങ്കിൽ ഈ സംഘടന കൊണ്ടൊന്നും നിങ്ങൾക്ക് ആർക്കും ഉപയോഗമില്ല. ഇന്ന് എനിക്ക് വന്ന അവസ്ഥ നാളെ നിങ്ങൾക്കും വരും, ഉറപ്പാണ്.